10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 2. വിച്ച് ആർ ദ നമ്പേഴ്സ്? ഇപ്പോൾ സം ഓഫ് ടു നമ്പേഴ്സ് 26. അപ്പോൾ വൺ നമ്പർ ആദ്യത്തെ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അവയുടെ സം എത്രയാണ്? സം 26 ആണെങ്കിൽ എക്സും ഏതോ ഒരു നമ്പറും കൂടി കൂട്ടുമ്പോഴാണ് 26 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അനദർ നമ്പർ, അടുത്ത നമ്പർ എത്രയായിരിക്കും? എക്സും ഏതോ ഒരു നമ്പറും കൂടി കൂട്ടുമ്പോൾ 26 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 26 നിന്ന് എക്സ് മൈനസ് ചെയ്താൽ അത് കിട്ടും, അടുത്ത നമ്പർ കിട്ടത്തില്ലേ? അപ്പോൾ ഒരു നമ്പർ എക്സ് ആണ്, അടുത്ത നമ്പർ 26 മൈനസ് എക്സ് ആണ്. ഇനി അവരുടെ ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 26 മൈനസ് എക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2. ഡിഫറൻസ് ഫസ്റ്റ് നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി എക്സ് മൈനസ് 26 മൈനസും കൂടെ എന്തായി? പ്ലസ് ആയി, ഈക്വൽസ് 2 എന്ന് കിട്ടി. എക്സും കൂടി കൂട്ടുമ്പോൾ 2x ഈക്വൽസ് മൈനസ് 26 ഈക്വൽ സൈനിന് അപ്പുറം വരുമ്പോൾ 26 പ്ലസ് ആവുന്നു 28. 2x ഈക്വൽസ് 28, എക്സ് ഈക്വൽസ് 28 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എക്സ് ഈക്വൽസ് 14. എക്സിൻ്റെ വാല്യൂ 14 ആണ്. അപ്പോൾ ഒരു നമ്പർ എത്രയെന്ന് കിട്ടി? നമ്മൾ എക്സ് നടന്ന് എടുത്ത നമ്പർ 14 കിട്ടി. അടുത്ത നമ്പർ എത്രയാണ്? 26 മൈനസ് 14 അല്ലേ? 26 നിന്ന് 14 മൈനസ് ചെയ്യുക, എത്രയാണ് കിട്ടുന്നത്? 12. അടുത്ത നമ്പർ എത്രയാണ്? 12. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൈപ്പോട്ടനീസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ് ഈസ് 1/2 meters. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്താ പ്രത്യേകത? റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനീസ് എത്രയാണ്? 1.5 meter ആണ്. ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ്, വേറെ ഏതോ ഒരു സൈഡ് നമുക്ക് ബേസ് എടുക്കാം, 1/2 meter ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? 3 സൈഡുകളും ഉണ്ടെങ്കിലേ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് ഇല്ല, ഓൾട്ടിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് BC എത്രയാണ്? 1.5 ആണ്. 1.5നെ നമുക്ക് 1.5 എന്ന് എടുക്കാമല്ലോ. അതുപോലെ AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. 1/2 എത്രയാണ്? നമുക്ക് 0.5 എന്ന് എടുക്കാമല്ലോ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ സൈഡായ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് AC² ഈക്വൽസ് എന്താണ്? BC സ്ക്വയറിൽ നിന്ന് AB സ്ക്വയർ മൈനസ് ചെയ്യുക. BC² എന്ന് പറയുന്നത് 1.5ൻ്റെ സ്ക്വയറും AB സ്ക്വയർ 0.5ൻ്റെ സ്ക്വയറുമാണ്. 1.5ൻ്റെ സ്ക്വയർ 2.25, 0.5ൻ്റെ സ്ക്വയർ 0.25 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ആണ്. ദാറ്റ് ഈസ് AC സ്ക്വയർ ആണ് 2. ACയുടെ വാല്യൂ എന്താണ്? √2 ആണ്. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414 ആണ് √2ൻ്റെ വാല്യൂ. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് 3 സൈഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. AB ഹാഫ്, അതായത് 0.5. BC എത്രയാണ്? 1.5. അടുത്തത് AC നമ്മൾ കിട്ടിയത് 1.414. ഇത് മൂന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0.5, 1.5, 1.414 ആഡ് ചെയ്തെടുക്കുക. 4, 1, 14, റിമൈൻഡർ 1 ആകുമ്പോൾ 3.414 ആണ് ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 cm. 10 cm ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യമേ 10 cm സ്കെയിലെടുത്ത് വരയ്ക്കാം. 10 cm വരയ്ക്കുക. 10 cm വരച്ചല്ലോ. ഇനി നമുക്കതിനെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ 10നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10നെ 3 വെച്ച് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10ന് താഴെയുള്ള 3 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ എത്രയാണ്? 9 അല്ലേ? അപ്പോൾ 9നെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ ഈ 9 ഇവിടെ ഇപ്പോൾ 2 എൻഡുകൾ കിട്ടിക്കഴിഞ്ഞു. പേര് കൊടുത്താൽ AB എന്ന് പറഞ്ഞൊരു എൻഡാണ്. അതിൽ Aയിൽ നിന്ന് നമുക്ക് 9 cm ചരിച്ച് വരയ്ക്കാം. മുകളിലോട്ട് ചരിച്ച് വരയ്ക്കുക. Aയിൽ നിന്ന് 9 cm ചരിച്ച് വരച്ചു. ഇനി അവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ, C എന്ന് പേര് കൊടുക്കാം. ഈ Cയും Bയും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. Cയും Bയും കൂടെ യോജിപ്പിച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ 9 cm 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 3 cm ഒരു പോയിന്റ് കൊടുക്കുക. 6 cm, അപ്പോൾ 3 പോയിന്റുകളായി, 3 തുല്യ പോയിന്റുകളായി. അതിന് പേര് കൊടുത്തു D എന്നും E എന്നും. ഇനി ഇവയെ എന്ത് ചെയ്യുക? ഈ BCക്ക് പാരലായി തന്നെ സ്കെയിൽ മാറ്റാതെ അതുപോലെ കൊണ്ടുവന്ന് Dയിൽ മുട്ടിച്ച് എന്ത് ചെയ്യുക? പാരലൽ ലൈൻ വരയ്ക്കുക. ഇനി അവിടെ ഒരു പോയിന്റ് കൊടുക്കാം, F എന്ന് കൊടുത്തു. ഇനി ഈ DFൽ നിന്ന് സ്കെയിൽ മാറ്റാതെ പാരലലായിട്ട് തന്നെ Eയിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് ഒരു ലൈൻ വരയ്ക്കുക.
ജി എന്ന് പേര് കൊടുത്തു. കണ്ടോ, ഇത്രയും 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് 3 വശങ്ങളും ഈക്വൽ ആണല്ലോ. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇവ മധ്യഭാഗത്തായിട്ട് വരച്ചാൽ കുറച്ചൊരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ജി എഫിൻ്റെ ആ മെഷർമെൻറ്റ് എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ആർക്ക് കിട്ടിയത്. നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ആർക്ക് കിട്ടിയത് കൂട്ടിമുട്ടിയ ഭാഗത്തേക്ക് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഈ ട്രയാങ്കിളാണ് പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ എ സി ബി എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. എം എൻ ഈസ് പെർപെൻഡിക്കുലർ ഫ്രം എം ടു എ സി. അതുപോലെ എം എൻ എന്ന് പറഞ്ഞ ലൈൻ എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. ഇഫ് ബി സി ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, ബി സി 12 സെൻറ്റിമീറ്റർ, എ ബി ഈക്വൽസ് 20 സെൻറ്റിമീറ്റർ, എ ബി 20 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ നീളം കാണുക. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ? സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ അതായത് ഇവിടെ എ എൻ എം ആണ് സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. അതിൻ്റെ പെരിമീറ്ററും കാണുക. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തെഴുതാം. എ ബി ഈക്വൽസ് 20 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബി സി ഈക്വൽസ് 12 സെൻറ്റിമീറ്റർ ആണ്. എ ബി 20 സെൻറ്റിമീറ്റർ, ബി സി 12 സെൻറ്റിമീറ്റർ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താ? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എ സി കണ്ടുപിടിക്കാമല്ലോ. എ സിയുടെ ലെങ്ത്, എ സി എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പോൾ എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ബി സ്ക്വയറിൽ നിന്ന് ബി സി സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ്. എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ, ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ. 20 സ്ക്വയർ 400 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്. ഈക്വൽസ് നമുക്ക് 256 എന്ന് കിട്ടും. 256 ഇവിടെ നമുക്ക് എ സി സ്ക്വയർ ആണ് 256 കിട്ടിയത്. അതപ്പോൾ എ സി ഈക്വൽസ് എന്താണ്? √256 ആണ്. √256 എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ബിയുടെ ലെങ്ത് നമുക്ക് 16 എന്ന് കിട്ടി, 16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് എ എൻ എം എന്ന് പറഞ്ഞ ചെറിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ്. അതിന് ഓരോ സൈഡുകളും നമുക്ക് കാണേണ്ടിയുണ്ട്. എ എം കണ്ടുപിടിക്കുക. എ എം എന്ന് പറയുമ്പോൾ എം ഏതിൻ്റെ മിഡ് പോയിൻ്റ്? എ ബിയുടെ മിഡ് പോയിൻ്റ് അല്ലേ? അപ്പോൾ എ എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ എം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് എ എം. 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 10 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, എ ബി എന്ന് പറയുന്നത്, എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. ആ മിഡ് പോയിൻ്റ് ആണ്. പിന്നെ പ്രത്യേകത, എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ ബി സിയും എം എന്നും പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ബി സിയും എം എന്നും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എഴുതാം എം എൻ പാരലൽ ടു എന്താണ്? ബി സി ആണ്. എം എൻ പാരലൽ ടു ബി സി ആണ്. എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിനകത്ത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം, എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് എൻ. അതായത് ഈ എ ബിയുടെ മിഡ് പോയിൻറ്റും എ സിയുടെ മിഡ് പോയിൻറ്റും ചേർത്തിരിക്കുന്ന ലൈൻ ഏതിൻ്റെ പാരലാണ്? ബി സി എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിൻ്റെ പാരലാണെങ്കിൽ എന്തായിരിക്കും? ഈ എം എന്നിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ബി സിയുടെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കില്ലേ? മൂന്നാമത്തെ സൈഡിൻ്റെ പകുതി ആയിരിക്കില്ലേ? അങ്ങനെ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടില്ലേ? ദാറ്റ് ഈസ് എം എൻ ഈക്വൽസ് എത്രയാണ്? 12/2 ആണ്. ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. അതുപോലെ എ എൻ എത്രയാണ്? 16/2 ആണ്. ദാറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ. ഇനി ചെറിയ ട്രയാങ്കിൾ എ എൻ എമ്മിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ എൻ എം എത്രയാണ്? 8 + 6 + 10 ദാറ്റ് ഈസ് 24 സെൻറ്റിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ടുഗദർ ഈസ് 8,000 rupees. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 3 chairs ഈസ് 12,000 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അപ്പോൾ ഒരു മേശയുടെയും കസേരയുടെയും വില എത്രയാണ്? 8,000 rupees ആണ്. അപ്പോൾ വില അറിയാത്തതുകൊണ്ട് നമുക്ക് പ്രൈസ് ഓഫ് എ ടേബിൾ എക്സ് എന്നും പ്രൈസ് ഓഫ് എ ടേബിൾ ഈക്വൽസ് എക്സ് എന്നും അതുപോലെ പ്രൈസ് ഓഫ് എ ചെയർ ഈക്വൽസ് വൈ എന്നും എടുക്കാം അല്ലേ? പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ എത്രയാ? 8,000. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 8,000. അതുപോലെ ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 3 chairs, അതായത് ഒരു ടേബിൾ എക്സ്, 3 chairs ആകുമ്പോൾ 3y ഈക്വൽസ് എത്രയാണ്? 12,000. അപ്പോൾ നമുക്കിവിടെ എത്ര? 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരുപോലുള്ള വേരിയബിൾ ഏതാണ്? എക്സും ഒരുപോലെയാണ്. അപ്പോൾ ഈ ഒരുപോലുള്ള വേരിയബിൾ സെയിം സൈനിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ 1 എന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഇംപ്ലൈസ് എക്സ് മൈനസ് എക്സ് 0 ക്യാൻസൽ ആകുന്നു. ദെൻ y മൈനസ് 3y ഈക്വൽസ് 8,000 മൈനസ് 12,000.
y മൈനസ് 3y മൈനസ് 2y 8000 മൈനസ് 12000 എത്രയാണ് മൈനസ് 4000 മൈനസ് മൈനസ് ഇവിടെ നിന്ന് ക്യാൻസൽ ആകുന്നു y ഈക്വൽസ് 4000 ഡിവൈഡ് ബൈ 2 ഈക്വൽസ് എത്രയാണ് 2000. ഈ y എന്ന് പറയുന്നത് എന്തായിരുന്നു? y എന്ന് പറയുന്നത് ചെയറിൻ്റെ വിലയാണ് അല്ലേ? ദാറ്റ് ഈസ് 2000. പ്രൈസ് ഓഫ് എ ചെയർ 2000. അപ്പോൾ നമുക്കിനി കാണുന്നത് ടേബിളിൻ്റെ വിലയാണ്. അതായത് ഈ ഇക്വേഷൻ എടുക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽസ് 8000 എന്ന് പറയുന്നൊരു ഇക്വേഷൻ എടുക്കുക. അതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. എക്സ് ഈക്വൽസ് 8000 മൈനസ് വൈയുടെ വാല്യൂ എത്രയാണ് 2000. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. അതായത് പ്രൈസ് ഓഫ് എ ടേബിൾ എത്രയാണ്? 6000 റുപ്പീസാണ് ടേബിളിൻ്റെ വില.